ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ആക്ച്വലി ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് തൽക്കാലം കൊണ്ടുവരാം. അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് വെക്കുക. അതായത് നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം, നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. ഇത് കൂടുതലും ജനറൽ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കും. റിലേഷൻഷിപ്പിന്റെ എന്ന രീതിക്ക് ആയിരിക്കില്ല. ഓക്കെ, അത് വന്നാൽ ഞാൻ അതിനെ എടുത്ത് പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജനറൽ ആയിട്ടായിരിക്കും ഞാൻ കൂടുതലും ട്രൈ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കുക. ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അതിന് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ എന്ന രീതിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, മനസ്സിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരൂ. ഇപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് യൂണിവേഴ്സ് എന്താ ആൻസർ തരുന്നത് നോക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻഡ് 5 of cups, 5 of swords, Knight of swords. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആരോടോ ഒരു വഴക്കായ രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫ്ലിക്റ്റ് വന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈഗോ ക്ലാഷസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ആരോടോ ഒരു ദേഷ്യം നിലനിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. ആരോടോ വാക്ക് തർക്കമായിട്ടുണ്ട്, വഴക്കായിട്ടുണ്ട്. വളരെയധികം നമ്മൾ പറയില്ലേ, ഹാർഷ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് അതൊരു ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഐ തിങ്ക് നിങ്ങൾ ദേഷ്യം വന്നിട്ട് ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, എന്ത് കാര്യവും ആവാം. ഈവൻ നിങ്ങളുടെ കൊളീഗ് ആവാം, കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആരെങ്കിലും ആവാം. ഓക്കെ, ആരോടോ നിങ്ങളൊരു വല്ലാത്തൊരു കോമ്പറ്റീഷൻ വന്ന പോലെ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്ന പോലെ, ഈഗോ ക്ലാഷസ് വന്ന പോലെ. പക്ഷേ എങ്ങനെ ഈഗോ ക്ലാഷ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു തരം ജയിക്കാൻ ശ്രമിക്കലാണ്. ഓക്കെ, ഈ 5 of swords നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരാളെ തോൽപ്പിച്ച് മറ്റേ ആൾ ജയിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പറയുക. ബട്ട് അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തി ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, നിങ്ങളാവാം, മറ്റേ വ്യക്തിയാവാം. അവിടെ ജയിക്കല്, പക്ഷെ അതിൻ്റെ ഒപ്പം മറ്റേ ആള് വല്ലാതെ ഹേർട്ടാവും, അല്ലെങ്കിൽ മറ്റേ ആള് വല്ലാതെ വേദനിച്ച് മാറേണ്ടിയും വരും. ചിലവർ ഗിവ് അപ്പ് ചെയ്യും. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന രീതിക്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യലായിരിക്കാം, നിങ്ങൾ വിട്ട് മാറുന്ന തരത്തിലായിരിക്കും. മറ്റേ വ്യക്തി നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച പോലെ, അവർ നിങ്ങളെ ജയിക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ നിന്ന് കാണാം. സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന പോലെ എനിക്ക് എനർജി ഉണ്ട്. അതായത് നിങ്ങൾ അതിൽ നിന്ന് ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഫൈറ്റിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ഓക്കെ, കാരണം നമ്മൾ വേറെ ആളെ ജയിക്കാൻ നോക്കിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ഓക്കെ, അവിടെ ചില തർക്കങ്ങൾ നമുക്ക് കാര്യമില്ല എന്ന് പറയും. എത്ര നമ്മൾ മറ്റു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, അവരോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് കാര്യം ഉണ്ടാവില്ല. ചിലത് വിട്ടുകളയണം എന്ന രീതിയിലാണ് പറയാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബാക്ക് ഔട്ട് ആവൂ. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി ബോദർ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ 8 of wands ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയും ചിലപ്പോൾ ഞാൻ സൈലൻ്റ് ആണ്, അവരാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചിലവർ പറയും അല്ലേ. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം. അതിപ്പോൾ ജോലി സ്ഥലത്തായാലും, ഫാമിലിയിലായാലും, ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും, എവിടെയായാലും. ഓക്കെ, മാക്സിമം നിങ്ങൾ അതിൽ നിൽക്കുക, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കും. ഓക്കെ, നിങ്ങളുടെ മൈൻഡിനെ ബാധിക്കും, നിങ്ങളുടെ ഹെൽത്ത് ബാധിക്കും. സോ നിങ്ങൾ അതിൽ നിന്ന് പുറകോട്ടാവും. ഓക്കെ, ഇനി നിങ്ങളവിടെ ഇനി അവരോട് പറയുമ്പോഴായാലും ഓക്കെ, നിങ്ങൾ വളരെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. അതായത് എനിക്കിനി ഇവിടെ തർക്കിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. ഓക്കെ, കാരണം ഇത് യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്തോട്ടെ. ഓക്കെ, ഇത് നിങ്ങളിനി അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. അവർ ജയിക്കാൻ ശ്രമിക്കുകയാണ്, ആ പേഴ്സൺ നിങ്ങൾ ജയിക്കാനൊക്കെ ശ്രമിക്കുകയാണ്, അത് അവർ ജയിച്ചോട്ടെ. ഓക്കെ, അവരോട് പറയാം ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോളൂ, എനിക്കിനി ഇതിൽ ഒരു ന്യായീകരണം തരാനില്ല, എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനില്ല, എനിക്കിവിടെ ഇനി തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് മാറാം. ഐ ഡോണ്ട് നോ വൈ ഇത്ര സ്പെസിഫിക് ആയിട്ട് സിറ്റുവേഷൻ വരുന്നത് എന്താണെന്നറിയില്ല. ഓക്കെ, കാരണം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അബണ്ടൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഗ്രോത്ത്
ഗ്രോത്ത്, നിങ്ങളുടെ കരിയർ, അതിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കെല്ലാം നല്ലത് വരും. ഓക്കെ, പക്ഷേ ഈ ഒരു മനസ്സിന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിന്ന് വിട്ട് കളഞ്ഞേക്കുക. അവർ നിങ്ങളെ വേദനിപ്പിച്ചു, വേറെ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു, കോൺഫ്ലിക്റ്റ് ആയി, അവരോട് തർക്കം, അവർ പല വാക്കുകളും പറഞ്ഞു. അപ്പം നിങ്ങൾക്കും മനസ്സിൽ ചില കാര്യങ്ങൾ കിടക്കും അല്ലേ. ഐ തിങ്ക് ഇന്നലെയും വന്നിരുന്നു ഈ ഒരു റിസെന്റ്മെന്റ്. നിങ്ങളോട് പറയുന്നത് അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, മനസ്സിൽ അവരെ ഫൊർഗിവ് ചെയ്ത് അവരുടെ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്ന മെയിനായിട്ട് നിങ്ങളോട് പറയുന്ന വിഡ്രോ ചെയ്യാനാണ്. ഓക്കെ, ഇതും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആയിട്ട് കാര്യമില്ല. ഓക്കെ, അത് വിട്ട് കളയൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടെ എടുക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് വേറെന്താ പറയുന്നത് നോക്കട്ടെ. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ എടുത്ത് ചാടി നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇമ്പൾസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, ഞാനും പറയട്ടെ, എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയട്ടെ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ചെയ്യാതിരിക്കുക എന്നൊരു വാർണിംഗ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്വന്തം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. ചിലത് നമുക്ക് പഠിക്കാനുള്ള ലെസനാണ്, ഞാനത് ഐ തിങ്ക് പറഞ്ഞിരുന്നു. സോ അത് വിട്ട് കളയൂ എന്നാണ്. തൽക്കാലം നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കൂ. സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും മാറ്റം വരും. നോക്കട്ടെ ഞാനിവിടെ ഗൈഡൻസ് എന്താ കിട്ടുന്നത്. ഹൗ ക്യാൻ യു സർവ് ഡീക്ലട്ടർ. ഓക്കെ, നിങ്ങളോട് പറയുന്ന റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. ഓക്കെ, സി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഹൗ ക്യാൻ യു സെർവ് എന്നാണ് പറയുന്നത്. ഇത് കൂടുതലും നമ്മുടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചാരിറ്റി വർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയില്ലേ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന രീതിക്ക് നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് ഇവിടെ പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കാം ആവാൻ പറയുന്നുണ്ട്. സോ ഇതും അത് തന്നെയാണ്. നിങ്ങളോട് പറയുന്നത് മാറി നിൽക്കുക, സൈലന്റ് ആവുക. ഓക്കെ, മേ ബി വേണമെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുക്കുക, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, റെസ്റ്റ് എടുക്കുക എന്ന രീതിക്കാണ്. മൈൻഡിനെ ആദ്യം റെസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മൈൻഡാണ് നമുക്ക് ശാന്തമാവേണ്ടത്. ആൻഡ് നിങ്ങൾ പറ്റിയ ഒരു ബ്രേക്ക് എടുത്തൊന്ന് മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. ഡീക്ലട്ടർ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇത് ഒരു റെമഡി ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നിങ്ങളുടെ വീട്ടിൽ ഓക്കെ, ഇപ്പോൾ വീട്ടിലാണ് കലഹം എന്നുണ്ടെങ്കിൽ, ഓക്കെ, വീട്ടിലാണ് ഇപ്പോൾ സപ്പോസ് കലഹം നിങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ ആരെങ്കിലുമായിട്ട് വീട്ടിലെപ്പോഴും കലഹങ്ങളാണ്, പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീട്ടിലെ സാധനങ്ങൾ ഒന്നെടുത്ത് പഴയതൊക്കെ എടുത്ത് കളയാം. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഇതൊരു ശരിക്കും പറയുന്ന റെമഡിയാണ്. ഓക്കെ, നിങ്ങൾ വീടൊക്കെ എല്ലാവരും നിങ്ങൾ പറയും വീടൊക്കെ വൃത്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ല, വേറെ ആർക്കെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ വിട്ട് കളഞ്ഞിരിക്കുക. സോ പക്ഷെ എന്നാലും ചിലപ്പോൾ മേ ബി നിങ്ങളുടെ അലമാരയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇടാത്ത കുറച്ച് ഡ്രസ്സ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ടാവും. പഴയ കുറേ ഉപയോഗിക്കാത്ത ചില സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ വൃത്തികേടായിട്ട് എന്ന രീതിക്ക് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പഴയത് കിടക്കുന്നു, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വെക്കുമല്ലേ, ചിലതൊക്കെ പിന്നെ കളയാമെന്ന് വിചാരിക്കും, അത് പിന്നെ അങ്ങനെ വെച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി അവിടെ ഒന്ന് ഫ്ലോ ആവാൻ തുടങ്ങും. ശരിക്കും ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ കലഹങ്ങൾ വരുമെന്ന് പറയാറുണ്ട്. നമ്മൾ പഴയ സാധനങ്ങൾ ഒരുപാട് കൂട്ടി വെക്കുക. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഒരു 2-3 വർഷമായിട്ട് നിങ്ങൾ എടുത്ത് ഇടാത്ത ഡ്രസ്സുകളാണെങ്കിൽ എടുത്തതിനെ ആക്ച്വലി ഡൊണേറ്റ് ചെയ്യൂ, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കൂ. ഓക്കെ, വീട്ടിലുള്ളവർക്കെന്ന് മാത്രമല്ല എവിടെയെങ്കിലുമൊക്കെ അനാഥാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെടുത്ത് കളയാൻ ശ്രമിക്കുക. ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ എടുത്ത് കളയുക. വീട്ടിൽ ചിലപ്പോൾ പഴയ പെന്ന് നമ്മൾ എഴുതി തീർത്ത് നമ്മൾ ചിലപ്പോൾ അത് വീട്ടിൽ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് വീട്ടിലൊന്ന് ഡീക്ലട്ടറിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഇത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ശരി. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഫീസിലാണെങ്കിലും ശരി, നിങ്ങളുടെ ഇരിക്കുന്ന ഡെസ്ക്, നിങ്ങളുടെ ഏരിയ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ക്ലട്ടർ ഉണ്ടോ നോക്കൂ. അതായത് എവിടെയെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കൂ. അതിനൊക്കെ ക്ലീനപ്പ് ചെയ്യൂ. ഓക്കെ, അത് എനർജി ഫ്ലോയിന് ശരിയാക്കാൻ നല്ലതാണ്, പ്രത്യേകിച്ച് വീട്ടിൽ. ഓക്കെ, വീട്ടിൽ അങ്ങനെ ഒരുപാട് കലഹം നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്കൊരു റെമഡി ആയിരിക്കും. ഓക്കെ, ശ്രമിച്ചു നോക്കാം. സോ അത് നിങ്ങൾക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഷോ കമ്പാഷൻ വീണ്ടും വന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം വല്ലാതെ വരുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. മാത്രമല്ല നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വരും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ മാറുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ എനർജി ഒന്ന് ക്ലിയർ ആവും. അതുകൊണ്ട് ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ മനസ്സിലാലോചിച്ചോളൂ. ഞാൻ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ
അപ്പം ക്വസ്റ്റ്യൻ ആലോചിക്കൂ. ജോലിയോ ഹെൽത്തോ എന്തുമാവാം. ഓക്കെ, സോ തിങ്ക്. ഹെർമിറ്റ്, കിങ് ഓഫ് സോഡ്സ്, മജിഷ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് എന്തോ ഓക്കെ, കുറച്ച് പേർക്ക് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം, രണ്ടും കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് ജോലിയുടെ ആണെങ്കിൽ ഒരു പുതിയ ഓഫർ നിങ്ങൾക്ക് വരും എന്ന രീതിക്കാണ്. അപ്പം നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ തട്ടെ, ഞാൻ എന്ത് ചെയ്യണം, കരിയർ എനിക്ക് ബെറ്റർ ആവുന്നില്ല, ശരിയാവുന്നില്ല, ജോലിയൊന്നും കിട്ടുന്നില്ല, അങ്ങനെ നിങ്ങൾക്കൊരു ചെറിയ മനസ്സിലൊരു വിഷമം കിടക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നു എന്ന രീതിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരികൾ ചെയ്യുന്നത്, എന്താണ് തെറ്റുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് എന്താണ് ശരിക്കും ആഗ്രഹം, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ എന്താണ്, എൻ്റെ ഒരു ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു പർപ്പസ് എന്താണ് എൻ്റെ ലൈഫിൻ്റെ എന്ന രീതിക്കൊക്കെ നിങ്ങളൊന്ന് കുറച്ച് അവനവനോട് സംസാരിക്കുക, അവനവനോട് ചോദിച്ചു തുടങ്ങാം. ഒന്ന് അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങാം. സോ ഇവിടെ ഐ തിങ്ക് ഇതിൻ്റെ സമയമാണ് ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ ഒന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. സപ്പോസ് ജോലിയൊന്നും കിട്ടുന്നില്ല, പ്രോജക്റ്റ് ഒന്നും പുതിയത് വരുന്നില്ല, ജോലി അന്വേഷിച്ചിട്ട് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ തൽക്കാലം കുറച്ചൊരു ബ്രേക്കാക്കി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവനവനെ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയമായിരിക്കാം, അവനവൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കും. കുറച്ച് പേർക്ക് പ്രാർത്ഥന, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇത് തനിച്ചിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. സോ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ സെൽഫ് ഡിസ്കവറി വരും. ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത്, എനിക്ക് കോൺഫിഡൻസ് കുറവാണോ, എനിക്ക് കഴിവുണ്ട് അല്ലേ, കഴിവുണ്ട്, പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ എവിടെയോ നിങ്ങളുടെ ഭാഗത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മാറ്റാനുണ്ടാവും. ചെറിയ കാര്യങ്ങളായിരിക്കാം, വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആൻസർ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതി, നമ്മളെ തന്നെ നമ്മൾ കാണുന്ന രീതി, എനിക്ക് തന്നെ തോന്നും ദാറ്റ് ഞാൻ പോരാ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. ബട്ട് അത് കറക്റ്റ് ആണോ നിങ്ങൾ ചിന്തിക്കൂ, നല്ലോണം ഇരുന്ന് ഐ തിങ്ക് അവനവനെ കുറിച്ച് കൂടുതൽ അവനവനോട് സംസാരിക്കും. അതിൻ്റെ യൂണിവേഴ്സിനോട് സംസാരിക്കൂ, രണ്ടും വേണം. അതിൻ്റെ ഇവിടെ കുറച്ച് മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക, അതുകൊണ്ട്. കാരണം ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ വളരെ നോളജബിൾ പേഴ്സൺ ആണ്, നിങ്ങൾക്ക് മേ ബി പഠിക്കാൻ ശ്രമിക്കുക, വേണമെങ്കിൽ കുറച്ചുകൂടി പഠിക്കുക, ആൻഡ് കോൺഫിഡൻ്റ് ആവുക. നിങ്ങളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരൂ. നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. എവിടെയും പോയിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മുമ്പ് പോയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇരുത്തത്തിലും നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അവരുടെ മുമ്പിൽ, നിങ്ങൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നു, അതിലൊക്കെ ആ ഒരു ഇത് വരും. നമുക്ക് നമ്മൾ പോലും അറിയാതെ അത് അവർക്ക് മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത് ആ ഇൻ്റർവ്യൂസിന് പ്രത്യേകിച്ചും അത് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ തെറ്റ് പറഞ്ഞാലും കോൺഫിഡൻറ്റോടെ പറയാം. അത് ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. തെറ്റ് പറഞ്ഞാലും ഉണ്ടല്ലോ, കുട്ടികളല്ലേ, കുട്ടികൾ വളരെ ഇന്നസെൻ്റ് അല്ലേ. സോ അവർക്ക് ആ തെറ്റ് പറയുകയാണെങ്കിൽ കൂടി അവർ ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ് എന്ന രീതിക്ക് അവർ അതിനെ പിടിച്ച് നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിവേ, നിങ്ങൾ ആ കോൺഫിഡൻറ്റോടെ നിൽക്കുക. തെറ്റിയാൽ തന്നെ കുഴപ്പമില്ല, അല്ല അല്ലേ, ശരി, സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആയിപ്പോയി, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയാൻ ആ ധൈര്യം ഉണ്ടാവണം. കാരണം നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ തിരുത്താൻ തയ്യാറാണ്. അതും ഒരു ആക്ച്വലി പോസിറ്റീവ് ക്വാളിറ്റിയാണ്, ഒരിക്കലും നെഗറ്റീവ് ക്വാളിറ്റി അല്ല. എനിക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യന്മാരാണ്, ചിലപ്പോൾ മറക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പറ്റാം. സോ ആ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പോയി ഇരുന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാം. ആൻഡ് ഇവിടെ ശരിക്കും നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാനുള്ളൊരു സമയമാണിത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാനുള്ള സമയമാണ്. സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് സമയം തരുന്നുണ്ട്. വർക്ക് ഓൺ യുവർ സെൽഫ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. മജിഷ്യൻ ഉണ്ട് ഇവിടെ, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് അതിനാദ്യം പക്ഷെ എന്താണ്, നിങ്ങളെ തന്നെ ഞാൻ എങ്ങനെയാണോ, ഞാൻ അങ്ങനെ ഇനഫാണ്, എനിക്ക് കഴിവുകളുണ്ട്, എൻ്റെ എത്ര ചെറിയ കഴിവായാലും ശരി, എനിക്കുണ്ട് ആ കഴിവ്. ഇപ്പോൾ ചില സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എന്താ അറിയില്ല, ഞാൻ കരിയറിനെ കുറിച്ച് പറയുന്നത് കരിയറിൻ്റെ കാര്യം തോന്നിയോണ്ടായിരിക്കാം. ഈവൻ ഒരു റിലേഷൻഷിപ്പിലായാലും ശരി, ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, മറ്റുള്ള വീട്ടുകാരുടെ മുമ്പിലായാലും ശരി. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ല എനിക്ക് ഇതറിയില്ല എന്ന് തുറന്ന് പറയാൻ പഠിക്കാം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ഇല്ലേ, ഞാനിത് പഠിച്ചിട്ടില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് അതാണ് കോൺഫിഡൻസ്. സോ ദാറ്റ് വേ നിങ്ങൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യൂ. എൻ്റെ ഇവിടെ നിങ്ങളോട് മേ ബി നിങ്ങൾ പഠിക്കാനൊക്കെ ഒരു കാര്യം എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് വീണ്ടും എനിക്ക് നോളജിൻ്റെ കാര്യം വരുന്നുണ്ട് ഇവിടെ. മേ ബി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടി നോളജ് ഗെയിൻ ചെയ്യൂ. നിങ്ങൾ ഏത് ലൈനിലാണോ, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും.
എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ ആക്ച്വലി വളരെ ഹാപ്പിനെസ്, സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെയാണ് എനിക്ക് കാണുന്നത്. യെസ്, ആഗ്രഹം നടക്കുന്ന രീതിയിലാണ് കാണുന്നത്, എനിക്ക് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. സോ ബട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പീരീഡ് ഓഫ് നമുക്ക് പറയില്ലേ കുറച്ചൊരു ബ്രേക്കിൻ്റെ ഒരു സമയമാണെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന സമയമാണ്. ഓക്കെ, ഈ സമയം നിങ്ങളെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കാനുള്ള ഒരു പീരീഡാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 2 കാർഡ്സ് ഇവിടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ വിഷസ് തീർച്ചയായിട്ടും നടക്കും. ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യെസ്, ഒരു പുതിയ ജോലിയുടെ ഓഫർ നിങ്ങൾക്ക് വരും. ആൻഡ് ഇവിടെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ ഭാഗത്തുനിന്നെങ്കിൽ അത് വരും നിങ്ങൾക്ക്. ഓക്കെ, അതിനും നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വേറെ ആളുടെ മുമ്പിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ഞാൻ എങ്ങനെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മതി എന്ന് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. സോ എനിവേ, നിങ്ങളോട് കുറേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വളരെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി നോളജ് മാത്രം ഗെയിൻ ചെയ്യാൻ എനിക്ക് ഒരു അഡ്വൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പഠിക്കുക മാത്രമല്ല, ഈവൻ അവനവനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സോ അതും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കരിയർ മാത്രമല്ല, ഐ തിങ്ക് കരിയർ ആൻഡ് റിലേഷൻഷിപ്സ് ആണ് എനിക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഫീൽ ചെയ്തത്. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. ഏതാണോ നിങ്ങൾക്ക് മനസ്സിലെ ക്വസ്റ്റ്യൻ, അതിൽ നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ബട്ട് അതിന് ചില മാറ്റങ്ങൾ നിങ്ങളൊന്ന് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, ട്യൂൺ ഇൻ ടു യുവർ സോൾ അഗൈൻ ആൻഡ് അഗൈൻ. സേ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഇത് വേണ്ടും നാളും വേണം. കീപ് ഗോയിങ്. രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ബി ഓപ്പൺ ടു മിറക്കിൾസ്. അഗൈൻ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം. ഓക്കെ, മാനിഫെസ്റ്റേഷൻ വീണ്ടും 3 കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾ. ഓക്കെ, മനസ്സിൽ ആ ഒരു ഇൻറ്റൻഷൻ വെക്കൂ. എനിക്ക് ഇന്ന കാര്യം നേടണം, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് ആദ്യം തീരുമാനിക്കൂ. ഓക്കെ, ആൻഡ് മനസ്സിൽ അത് എപ്പോഴും ആ പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങും. എനിക്കത് കിട്ടും, എനിക്കത് സാധിക്കും, എനിക്കത് നേടിയെടുക്കാൻ പറ്റും, ഉറപ്പാണ്, ഞാൻ അതിനുള്ള മാക്സിമം ഞാൻ ശ്രമിക്കും എന്ന രീതിക്ക് നിങ്ങൾ വെക്കുക. അതാണ് മാനിഫെസ്റ്റേഷൻ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, വേറെ മാനിഫെസ്റ്റേഷനും ഉണ്ട്. യെസ്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതും ചെയ്യൂ. അതും ചെയ്യുമ്പോൾ പക്ഷെ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വേണം. എനിക്ക് കിട്ടും അത് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വേണം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യണം. യൂണിവേഴ്സിനെ നല്ലോണം ട്രസ്റ്റ് ചെയ്യണം. ട്യൂൺ ഇൻ ടു യുവർ സോൾ എന്ന് പറയുന്നത് എവിടെയോ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ തുടങ്ങാം. ആൻഡ് ഇവിടെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്നും പറയുന്നുണ്ട്, കീപ് ഗോയിങ് എന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഹെർമിറ്റിൻ്റെ ഞാൻ പറഞ്ഞു. സോ ഇപ്പം നിങ്ങളുടെ ഒരു പീരീഡ് നിങ്ങളെ ഒരു അല്പം പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മുന്നോട്ട് ആക്ച്വലി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കീപ് ഗോയിങ് എന്ന് പറയുന്നുണ്ട്. ആദ്യം ഒന്ന് പുറകോട്ടാവുക, ബട്ട് അതിന് ശേഷം ചാടും, ലീപ് ഫോർവേഡ്. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ഒന്ന് പുറകോട്ടായിട്ട് ആദ്യം നിങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പ്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഗോൾസ് എല്ലാം. ഓക്കെ, സോ ഐ ഹോപ്പ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നമസ്കാരം.